ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാപ്പടി ചാട്ടിനെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാപ്പടി നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ നമ്മൾ സ്ട്രീറ്റ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു പാപ്പടി നമ്മൾ റെഡിയാക്കുന്നത് കാണാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു പുളിയുടെ ചട്നി നമ്മൾ സെർവ് ചെയ്യത്തില്ലേ, അപ്പോൾ അത് നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി വെക്കാൻ നമ്മൾ സമോസയുടെ കൂടെയോ എന്തിനു വേണമെങ്കിലും സെർവ് ചെയ്യാൻ പറ്റി. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ 6 മാസത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും അധികം 250 ഗ്രാം ഞാനാണെങ്കിൽ മേദ എടുത്തിട്ടുണ്ട്. അതിനകത്ത് 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് അയമോദം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളാണെങ്കിൽ മിക്സാക്കി കൊടുത്തു കഴിഞ്ഞ് നമ്മളൊന്ന് പിടിച്ച് നോക്കുമ്പോൾ ഒരു പിടിയായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്ര എണ്ണ മതിയെന്നാണ് കേട്ടോ. ഇത് നമുക്കാണെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടും ടൈറ്റാക്കി കുഴച്ചെടുക്കാം. ഇതധികം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ നമുക്കൊന്ന് ആട്ടയൊന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കത് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോലെ അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. എന്നാലേ എഴുതുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ വീഡിയോസൊക്കെ റെഡിയാക്കി എടുക്കുന്നില്ലേ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ സപ്പോർട്ട് കിട്ടും. പിന്നെ ഒന്നും കൂടെ മോട്ടിവേഷൻ കിട്ടാൻ ഞങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മറന്നു പോകാതെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് മതി കേട്ടോ. നമ്മുടെ പൂരിയുടെ അത്രയും പോലും വേണ്ട. കുഞ്ഞു പൊടിയായി ബോൾസ് നമുക്ക് ഇതുപോലെ റെഡിയാക്കിയെടുക്കും. കുഞ്ഞു കുഞ്ഞു പാപ്പടിയാണ് കേട്ടോ. നിങ്ങളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയായിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇതുപോലെ കുഞ്ഞു ബോൾസാക്കി റെഡിയാക്കിയെടുക്കാം. ഇനി അതിൻ്റെ മേളിൽ നമുക്ക് കുറച്ച് മേദ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഓരോ ഉരുളയെടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒത്തിരി അങ്ങ് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ലെന്നാവുന്ന കനം വേണ്ടാതാനും. മീഡിയം തിക്നെസ്സിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെ എന്തെങ്കിലും ടൂത്ത് പിക്കും കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്കിൻ്റെ കൂട്ടുള്ള സ്പൂണും കൊണ്ടോ നമുക്ക് ഹോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഹോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണയിലിടുമ്പോൾ വീർക്കാതിരിക്കാൻ നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഈ പൂരി നമുക്ക് നല്ല ക്രിസ്പി ആയി നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടണം. അങ്ങനെയാണ് ഇത് വേണ്ടത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാനാണെങ്കിൽ ഇട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വന്നു കേട്ടോ. അത്രയും ചൂട് വേണം നമുക്ക്. പിന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതങ്ങ് ഇട്ടാൽ മതി. എണ്ണയിലങ്ങ് ആയി കഴിയുമ്പോൾ തനത്താനെല്ലാം വിട്ട് വരും. അപ്പോൾ ഇത് കണ്ടില്ലേ, ആയി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കളറൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ പിന്നെ അതിന് തണുത്ത് കഴിയുമ്പോൾ സോഫ്റ്റ് ആയിപ്പോവും പൂരി നമ്മുടെ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ വേണ്ട. ഇതായി കഴിയുമ്പം നമുക്കാണെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്ത് കോരി എടുക്കാനായിട്ട്. ഇത്രയും കളർ മതി കേട്ടോ. ഇനി ഇരിക്കുന്നതനുസരിച്ച് ഒന്നും കൂടി ഡാർക്കിഷ് കളറായി വരും. ഞാൻ നിങ്ങൾക്കത് പൊട്ടിച്ച് കാണിക്കാം കേട്ടോ. കണ്ടില്ലേ എത്ര ക്രഞ്ചി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ വേണം. അപ്പോൾ നമുക്കിനി ചട്നി ഉണ്ടാക്കിയാലോ. 200 ഗ്രാം ഞാനാണെങ്കിൽ പുളി എടുത്തിട്ടുണ്ട്. അത് അരമണിക്കൂറത്തേക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്കാണെങ്കിൽ ഒരു 200 ഗ്രാം ശർക്കര വേണം. 200 ഗ്രാം പഞ്ചസാരയും വേണം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഞെവിടി എടുത്ത് ഇതിൻ്റെ പൾപ്പൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ അരിപ്പയിൽ കൂടി നമുക്ക് റെഡിയാക്കി മാറ്റിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ പൾപ്പെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ അത് കുരു ഇല്ലെന്ന് കൺഫേം ചെയ്തിട്ട് വേണേ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ കുരുവല്ല അതിൻ്റെ കൂടെ അരിഞ്ഞു പോയാൽ പിന്നെ അറിയാമല്ലോ എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ അത് കാരണം അത് ശ്രദ്ധിച്ച് വേണേ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ അതിൻ്റെ പൾപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഏറ്റവും നമുക്കാണെങ്കിൽ ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം ഇതിനകത്ത് 1 ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കൂടി നമുക്കാണെങ്കിൽ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കശ്മീരി റെഡ് ചില്ലി പൗഡറോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്പൈസിയാണ് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് അര ടീസ്പൂൺ നമുക്കാണെങ്കിൽ നോർമൽ മുളക് പൊടിയോ ഇട്ട് കൊടുക്കാം കേട്ടോ. കളറിന് വേണ്ടിയായിട്ട് ഞാൻ കശ്മീരി റെഡ് ചില്ലിയാണ് ഇടുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ മറന്നുപോയി കേട്ടോ ഇടാനായിട്ട്. ഇനി ഇപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാറ്റി വേറെ തടക്കാ പാനിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുളിവെള്ളം ഒഴിച്ച് അതിനകത്തൊരു മിക്സാക്കി ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയും ഗ്യാസ് ഓണാക്കി തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോഴത്തെ ഒരു തടക്കാ പാൻ എടുക്കും. അതിനകത്ത് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ കശ്മീരി റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2ആയിട്ട് ഇരട്ടിപ്പണി ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് കേട്ടോ, നിങ്ങളിതുപോലെ ചെയ്യാതിരിക്കാനായിട്ട്. നമ്മൾ തടക്ക റെഡിയാക്കിയില്ലേ, അപ്പോൾ അന്നേരം തന്നെ നമ്മൾ അതിനകത്ത് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മസാലയ്ക്ക് മുളക് പൊടി മൂപ്പിച്ചതിന് ശേഷം വേണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്തെടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ നമ്മൾ നോർമൽ സോൾട്ട് ആഡ് ചെയ്തെടുക്കാം. പിന്നെ ആണെങ്കിൽ ഒരു അര ടീസ്പൂൺ നമുക്കാണെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 200 ഗ്രാം ശർക്കരയും 200 ഗ്രാം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക.
നമ്മൾ തവിയുടെ പിന്നെയൊക്കെ നല്ലതായിട്ട് കോട്ടായി വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഒന്ന് വര വരച്ച് നോക്കുക കേട്ടോ. സ്പ്രെഡ് ആവുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം റെഡിയായെന്ന. ഞാൻ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തണുത്തതിന് ശേഷം ഇതുപോലെ തിക്കായി വന്നു. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊരു ചില്ലിൻ്റെ ബർണിയിലാക്കി ഇതുപോലെ സ്റ്റോർ ചെയ്യാവുന്നേ 6 മാസത്തേക്ക് കേടുകൂടാതെ നമുക്ക് എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ നമുക്ക് പാപ്പടി എങ്ങനെ സെർവ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. ഒരു പാത്രത്തിൽ ഞാനാണെങ്കിൽ ഒരു അരക്കട്ടോരിയും തൈര് എടുത്തിട്ടുണ്ട്. അതിനകത്ത് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടോളൂ. 1/4 ടീസ്പൂൺ നമുക്ക് ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണേ. അത് വീഡിയോയിൽ വന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നന്നായിട്ട് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട് തൈര്. ഇനി നമുക്കാണെങ്കിൽ ഒരു പ്ലേറ്റിൽ പാപ്പടിയൊക്കെ നിരത്തി വെക്കാം ഇതുപോലെ. എന്നിട്ട് നമുക്കാണെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടെ തൈര് ഒഴിച്ച് കൊടുക്കാം. ഞാനാണെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങും പുഴുങ്ങിയാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ ക്യൂബ്സാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണം, ആവശ്യമുണ്ട്. പിന്നെ ഗ്രീൻ ചട്നിയുടെ ആവശ്യമുണ്ട്. ഗ്രീൻ ചട്നിയുടെ ഒത്തിരി വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് എൻ്റെ ചാനലിൽ കയറി സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഗ്രീൻ ചട്നി വേണമെന്ന് നിമിഷ സ്മാർട്ട് കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വരും കേട്ടോ. ഇത് വേണമെങ്കിൽ ഗ്രീൻ ചട്നിയും പിന്നെ നമ്മുടെ പുളിയുള്ള ചട്നിയില്ലേ, കട്ടി മിട്ടി ചട്നി, അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കുറച്ച് മുളക് പൊടി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ജീരകപ്പൊടിയും വറുത്ത് പൊടിച്ച ജീരകം ഇല്ലേ, അതും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചാണെങ്കിൽ മാതള നാരങ്ങ ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ നമുക്കാണെങ്കിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് അതും കൂടെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മേളിൽ കൂടെ ഒന്നും കൂടെ ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മുടെ ഈ ചട്നിയൊക്കെ പുളിയുള്ള ചട്നി, പുളി മധുരമുള്ള ചട്നി, പിന്നെ പുതിനയിലെ മല്ലിയുടെ ചട്നി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ നമുക്കാണെങ്കിൽ കുറച്ച് ചെറിയ സേവ് കിട്ടും നമുക്ക് മേടിക്കാനായിട്ട്. അതും ഇതിൻ്റെ മേളിൽ കൂടെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലും കൂടെ വെറുതെ കഴിഞ്ഞാൽ നമ്മുടെ പാപ്പടി ചാട്ട് റെഡി ആയിട്ടുണ്ട്, സ്ട്രീറ്റ് സ്റ്റൈൽ സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.